ഹായ് ഓൾ, ഇത് വെള്ളിയാഴ്ച വൈകിട്ടത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഇന്ന് രാവിലെ എണീക്കാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. പക്ഷെ മക്കൾക്കൊക്കെ സ്കൂളുണ്ടായിരുന്നു. അപ്പോൾ തട്ടിക്കൂട്ടൊക്കെ ഉണ്ടാക്കിയതൊക്കെ. ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ദോശയായിരുന്നു. അതിന് തേങ്ങാ ചമ്മന്തി അരച്ചു. പിന്നെ കൊണ്ടുപോകാൻ ചോറും പിന്നെ എന്തായിരുന്നു ഒരു കിഴങ്ങ് മെഴുക്കുവരട്ടിയും പിന്നെ തേങ്ങ അരച്ച് പുളിങ്കറി വെക്കുമല്ലോ, അതും ഓംലെറ്റുമാണ് മക്കൾക്ക് കൊടുത്തു വിട്ടേന്ന്. ഇന്ന് രാവിലെ നോക്കിയപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കുറച്ച് കുറഞ്ഞ്, അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ മൂഡ് ഓഫായിട്ടിരുന്നു. പിന്നെ വെച്ചാൽ കുഴപ്പമില്ല, അതൊക്കെ ഇങ്ങനെ എന്താ പറയുന്നത്, അതൊക്കെ ശരിയായിക്കോളും. നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ എങ്കിലും കുറച്ച് ആദ്യം കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി എനിക്ക്. ഇന്ന് രാവിലെ താമസിച്ചിട്ടാണ്, ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല. ഇത് വൈകുന്നേരം ഒരു 5:45 മണിയൊക്കെ ആയപ്പം എടുത്തൊരു വീഡിയോ ആണ്. വൈകിട്ട് ഇന്ന് ദോശയും പിന്നെ തക്കാളി ചട്നിയുമാണ്. സാധാരണ വൈകിട്ടൊന്ന് ഏത്തക്ക പുഴുങ്ങിയതോ അല്ലെങ്കിൽ അങ്ങനെ സ്നാക്സ് എന്തെങ്കിലും ആയിരിക്കും. അപ്പം ഞാൻ ആവശ്യം എന്നാൽ പിന്നെ മാവ് ഇരിപ്പുണ്ടെന്നാൽ പിന്നെ ഇതാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ മിക്ക ദിവസങ്ങളിലും ദോശയ്ക്ക് നമ്മുടെ തേങ്ങാ ചമ്മന്തി ഉണ്ടല്ലോ, അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നും പിള്ളേർ വഴക്കാം, അവർക്ക് അതിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ എന്നാൽ പിന്നെ തക്കാളി ചട്നി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ രാത്രി തന്നെ ചെറിയൊരു പ്രിപ്പറേഷൻ ചെയ്ത് വെക്കാറുണ്ട് രാവിലത്തേക്ക്. അല്ലെങ്കിൽ രാവിലെ എല്ലാം കൂടെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, പിന്നെ ലഞ്ചിനെല്ലാം എന്താ പറയുന്നത് റെഡിയാക്കണം. അതുകൊണ്ട് ഞാൻ രാത്രി തന്നെ കുറച്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കും. നമ്മൾ രാത്രി കുറേയൊക്കെ എന്താ പറയുന്നത് റെഡിയാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് രാവിലെ നല്ലൊരു റിലാക്സായിട്ട് ചെയ്യാൻ പറ്റുമേ. അല്ലെങ്കിൽ രാവിലെ ഭയങ്കര ഹറിബറി ആയിരിക്കും അങ്ങ്. ഞാൻ രാത്രി തന്നെ സവാളയും കൊച്ചുള്ളിയും എല്ലാം തൊലി കളഞ്ഞ് വെക്കും. അത് മുറിച്ച് വെക്കാൻ നിൽക്കത്തില്ല. പിന്നെ അതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കും. അതുകൊണ്ട് തന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ, പിന്നെ എന്താ പറയുന്നത് അവിയലിൻ്റെ കഷ്ണങ്ങൾ, അല്ലെങ്കിൽ തോരൻ, അതൊക്കെ രാത്രി തന്നെ ചെയ്ത് വെക്കുമേ. എല്ലാ ദിവസവും ഒന്നും നടക്കാറില്ല, എങ്കിലും മാക്സിമം ദിവസങ്ങളിൽ ഞാൻ ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഇന്ന് രാവിലെ എണീറ്റപ്പം ചെറിയൊരു മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയായിരുന്നേ. വൈറ്റി സ്റ്റുഡിയോ നോക്കിയപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കുറച്ച് കുറഞ്ഞ് കാണിക്കുന്നു. അപ്പോൾ ഒരു മൂഡ് ഓഫ് ആയിപ്പോയി. പക്ഷേ നല്ല കുറവ് കാണിച്ചേ. പിന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കാരണം എല്ലാം ശരിയാകും എന്നൊരു നല്ല വിശ്വാസമുണ്ട് എനിക്ക്. ഇപ്പോൾ ഒരു 5:30 എണീക്കുവാണെങ്കിൽ, ഒരു 5:30 5:45 എണീക്കുവാണെങ്കിൽ വലിയ കുഴപ്പമില്ല, നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ചില ദിവസം എണീക്കാൻ താമസിക്കുക, ഒരു 6 മണിയൊക്കെ ആകും. അപ്പോൾ പിന്നെ എല്ലാം കൂടെ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും എനിക്ക്. അതുപോലെ തന്നെ നമ്മൾ തേങ്ങയും കൂടെ ചിരവി വെക്കുവാണെങ്കിൽ ഒത്തിരി ഒരു ഹെൽപ്പാണ് നമുക്ക്. അത് ഫ്രീസറിൽ വെക്കണം, നന്നായി ടൈറ്റ് അടച്ചിട്ട് ഫ്രീസറിൽ വെക്കണേ. നിങ്ങൾക്ക് ഈ ചട്നിയുടെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇത് നല്ലൊരു ടേസ്റ്റ് റെസിപ്പിയാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും.